പാപം നഷ്ടപ്പെടുത്തിയ പറുദീസ പുൽക്കൂട്ടിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. കാണാനും കേൾക്കാനും കരങ്ങളിൽ വാരിയെടുത്ത് പുണരാനും സാധിക്കുന്ന പൈതലായി ദൈവം മഞ്ഞിൽ അവതരിച്ചു. തകർന്നുപോയ ദൈവമനുഷ്യ ബന്ധം വിളക്കി ചേർക്കപ്പെട്ടു. മാലാഖമാർ ഭൂമിയിൽ ഇറങ്ങി വന്ന് പറുദീസായിൽ എന്നവണ്ണം സ്വർഗീയ ഗാനങ്ങൾ ആലപിച്ചു. ദൈവം പിറക്കുന്നത് രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന നിഗമനത്തിൽ അവനെ തിരക്കി അവിടെ എത്തിയ പണ്ഡിതന്മാർക്ക് തെറ്റി. അവനെ അവർ കണ്ടെത്തിയത് പുൽക്കൂടിന്റെ ലാളിത്യത്തിലാണ്. ഇനിമേൽ ദൈവം മഞ്ഞിൽ മനുഷ്യനോടൊത്ത് സഞ്ചരിക്കുന്ന ഇമ്മാനുവേലാണ്. ദൈവം നമ്മോട് കൂടെ. തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിലും ഉണ്ണിയേശു ഒരു പറുദീസ അനുഭവം നൽകട്ടെ.